CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. CTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ മനു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കൊച്ചി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നടക്കാവ് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ഇടുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം അലസിപ്പിരിഞ്ഞു. CPIM HNL ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സദസ്സ്. വെച്ചൂർ മോഡേൺ റൈസ് മില്ലിന് മുന്നിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന നിരാഹാര സമരം ഒത്തുതീർപ്പായി. വൈക്കം LIC 50ന്റെ നിറവിൽ. പെരുമ്പിള്ളി സെന്റ് ജോർജ് സിറിയൻ സിംഹാസന പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നടക്കാവ് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം അലസിപ്പിരിഞ്ഞു. സ്ഥലം MLAയും മന്ത്രിയുമായ അനൂപ് ജേക്കബിൻ്റെ അസാന്നിധ്യത്തിൽ യോഗം ചേരുന്നതിൽ ആത്മാർത്ഥതയില്ലെന്ന് റോഡ് സംരക്ഷണ സമിതി ഭാരവാഹികൾ യോഗത്തിൽ അറിയിച്ചു. അതേസമയം നടക്കാവ് റോഡിലൂടെ പൈപ്പ് സ്ഥാപിച്ച് വെള്ളം കൊണ്ടുപോകാനാണ് സർക്കാരിൻ്റെ തീരുമാനമെന്നും അതിനാൽ പദ്ധതി നടത്തിപ്പ് ഇനിയും നീട്ടിക്കൊണ്ടു പോകാനാവില്ലെന്നും കളക്ടർ അറിയിച്ചു. എന്നാൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ആലോചിച്ച ശേഷമേ അന്തിമ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചതാണെന്നും അതിനാൽ മന്ത്രി കൂടിയുള്ള യോഗത്തിൽ പ്രശ്നം ചർച്ച ചെയ്യണമെന്നും സമിതി ആവശ്യപ്പെട്ടു. തുടർന്ന് സമിതി അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സമിതി ചെയർമാൻ MT പൗലോസ്, മറ്റു ഭാരവാഹികളായ KP സലീം, MM ചാക്കോ, CK പ്രകാശ്, ഉണ്ണി വലയിൽ, സോജൻ ജോർജ്, രാമചന്ദ്രൻ പാമ്പ്രാസ്, VL ഗോപിനാഥ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നടക്കാവ് റോഡ് വിഷയം ചർച്ച ചെയ്യാൻ ശനിയാഴ്ച വൈകിട്ട് 5-ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ സർവകക്ഷി യോഗം ചേരുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നടക്കാവ് ഹൈവേ വെട്ടിപ്പൊളിക്കുന്ന വിഷയത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിൻ്റെ നിർദ്ദേശപ്രകാരം എറണാകുളം കളക്ടറേറ്റിൽ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമാകാതെ പിരിഞ്ഞു. ഭക്ഷ്യമന്ത്രിയുടെ അസാന്നിധ്യം മൂലമാണ് യോഗം പിരിഞ്ഞത്. നടക്കാവ് ഹൈവേയിൽ പേപ്പതി മുതൽ മുളന്തുരുത്തി വരെ വെട്ടിപ്പൊളിക്കുന്നതിന് പകരം സമാന്തരമായൊരു പാത പരിഗണിക്കാമെന്നുള്ള നിർദ്ദേശം അവഗണിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ സ്ഥലം MLAയും മന്ത്രിയുമായ അനൂപ് ജേക്കബിൻ്റെ അസാന്നിധ്യം മൂലം ഈ യോഗത്തിൽ ചർച്ചകളൊന്നും നടക്കാതെ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. വീണ്ടും നാളെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഭക്ഷ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കർമ്മസമിതിയുടെ ഭാരവാഹികളും പങ്കെടുക്കും. അതിനുശേഷമേ വെട്ടിപ്പൊളിക്കുന്ന കാര്യത്തിലൊരു തീരുമാനമാകൂ എന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈ മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. നടക്കാവ് ഹൈവേക്ക് പകരം മണിയിടിലെ പാടശേഖരങ്ങളിലൂടെയുള്ള പാത പരിഗണിക്കപ്പെടണമെന്നാണ് കർമ്മസമിതി ഇത്രയും നാളും ആവശ്യമുന്നയിച്ചത്. ഇക്കാര്യം പരിഗണിക്കാതെ മറ്റേതൊരു നടപടിക്കും കർമ്മസമിതി വഴങ്ങുകയില്ല. നടക്കാവ് റോഡ് വെട്ടിപ്പൊളിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകരുതെന്നാണ് കർമ്മസമിതിയുടെ ആഗ്രഹം. നാളെ നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യം കർമ്മസമിതി വീണ്ടും ഉന്നയിക്കപ്പെടുകയും ചെയ്യും. പിറവം 5 സെന്റ് കോളനി അംഗൻവാടിയിൽ ഊർജിത ബോധവൽക്കരണ യജ്ഞത്തിൻ്റെ ഉദ്ഘാടനവും സെമിനാറും സംഘടിപ്പിച്ചു. പിറവം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ 5 മുതൽ 7 വരെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഭാരത് നിർമ്മാൺ പൊതുജന സമ്പർക്ക പരിപാടിയുടെ മുന്നോടിയായാണ് ഇത് സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകുക എന്നതാണ് ഭാരത് നിർമ്മാൺ പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഉദ്ദേശം. പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു K ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷേർലി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. AS നായർ സ്വാഗതവും ഐഷ മാധവൻ, ഷിജി ഗോപകുമാർ,
കുഞ്ഞുമോൾ തോമസ് എന്നിവർ ആശംസയും ICDS പ്രൊജക്ട് ഓഫീസർ ശാരദ EP കൃതജ്ഞതയും പറഞ്ഞു. തുടർന്ന് ശാക്തീകരണ ശ്രമങ്ങൾ കൗമാരക്കാർക്കിടയിൽ എന്ന വിഷയത്തിൽ സെമിനാർ, ചർച്ച, ക്വിസ് മത്സരം എന്നിവയും നടന്നു. കൗൺസിലർ അജേഷ് KP വിഷയാവതരണം നടത്തി. ഈ ജനസമ്പർക്ക പരിപാടിയിൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്കും മുകൾത്തട്ടിലേക്കും എത്തിപ്പെടുന്നതിനുള്ള വ്യക്തികളാണ് അംഗൻവാടി വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവരെ ഏത് ഫീൽഡ്, എല്ലാ തരത്തിലുള്ളവരെയും, പ്രായമായവരെയും, വയോജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ, കൗമാരപ്രായക്കാരായിട്ടുള്ളവർ, ഇവരെല്ലാവരെയും ഒരേപോലെ കൈകാര്യം ചെയ്യുന്നതിന് കഴിവും പ്രാപ്തിയും നേടിയിട്ടുള്ളവരാണ് അംഗൻവാടി വർക്കേഴ്സ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ 40ഓളം സ്റ്റാളുകൾ നമ്മുടെ തന്നെ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനമായ ISRO, ഷിപ്പ് യാർഡ്, അതുപോലെ തന്നെ എയിംസ്, നമ്മുടെ അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ പിള്ളേർക്കും നമുക്കും ഒക്കെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരുപിടി സംഭവങ്ങൾ 40ഓളം സ്റ്റാളുകളിൽ കൂടെ വരും. അതിലേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ, +2 വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇപ്പോൾ പഠിക്കുവാൻ വേണ്ട അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ട ക്ലാസ്സുകൾ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NRSFന്റെ നേതൃത്വത്തിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ്. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് CPIM HNL ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനുകാലിക രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. ന്യൂസ് പ്രിന്റ് നഗർ CITU ഓഫീസിൽ ചേർന്ന യോഗം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി സുജ സൂസൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ആനുകാലിക രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഇടതുപക്ഷ വിശദീകരണവും ക്രിയാത്മക സംവാദവും നടത്തുക വഴി ശരിയായ ദിശാബോധം തീർക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. K. സദാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TB മോഹനൻ, P. നളിനാക്ഷൻ, CG സോമനാഥൻ എന്നിവർ സംസാരിച്ചു. പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ അല്ല കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക അവസ്ഥ ഇന്ന് വന്നു നിൽക്കുന്നത്. അങ്ങനെയായിരിക്കുമ്പോൾ ഒരു സംവാദം എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് എന്താണ് കേരളത്തിന്റെ ചരിത്രം എന്തായിരുന്നു, കേരളത്തിന്റെ വർത്തമാനകാലം എന്താണ്, കേരളത്തെക്കുറിച്ച് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു. വെച്ചൂർ മോഡേൺ റൈസ് മില്ലിനു മുന്നിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന നിരാഹാര സമരം ഒത്തുതീർപ്പായി. വെച്ചൂർ മോഡേൺ റൈസ് മില്ലിനു മുന്നിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റിലേ സത്യാഗ്രഹമാണ് നിരാഹാര സമരത്തിലേക്ക് വഴിമാറിയത്. വൈക്കം TVയിൽ വൈക്കം MLA അജിത്തിൻ്റെയും ഓയിൽ പാം അധികൃതരുടെയും കർഷക സമിതി പ്രതിനിധികളുടെയും കിസാൻ സഭയുടെ പ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. കർഷകർ ആവശ്യപ്പെടുന്ന പ്രധാന ആവശ്യം പാടശേഖരത്ത് നേരിട്ടെത്തി നെല്ല് സംഭരിക്കണമെന്നത്. ചില കേന്ദ്രങ്ങളിലെത്തി സംഭരിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം ഒത്തുതീർപ്പായത്. ചർച്ചയ്ക്ക് ശേഷം സമരപന്തലിൽ എത്തിയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് കിസാൻ സഭയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി EN ദാസപ്പൻ നാരങ്ങാനീര് കഴിച്ച് നിരാഹാരം അവസാനിപ്പിച്ചത്. ഏറ്റവും അവസാനമാണ് ഓയിൽ പാം ഇന്ത്യ ഇവിടെ നെല്ലെടുപ്പ് സംഭരണത്തിൽ പങ്കാളിയായത്. ആദ്യ പക്ഷത്ത് വന്ന സ്വകാര്യ മില്ലുകൾ എല്ലാം തന്നെ എല്ലാ പ്രദേശങ്ങളിലും പോയി ഒരു തർക്കങ്ങളുണ്ടായെങ്കിൽ പോലും അത് പരിഹരിക്കപ്പെട്ടുകൊണ്ട് പാടശേഖരങ്ങളിൽ പോയി നെല്ലെടുക്കുകയുണ്ടായി. പിന്നീട് അവസാന ഘട്ടത്തിൽ വന്ന ഈ നമ്മുടെ മില്ലിന് കാര്യമായ രീതിയിലുള്ള നെല്ല് സംഭരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നെല്ല് സംഭരണം വേണം എന്ന അവരുടെ ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടി പാലക്കാട് പോയി നെല്ല് സംഭരിച്ചു എന്നതാണ് കാര്യം. അങ്ങനെ പാലക്കാട് പോയി നെല്ല് സംഭരിച്ച വകയിൽ അത്രയും ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ മറ്റ് ചിലവുകളും കൂട്ടി നോക്കുമ്പോൾ ഒരു നഷ്ടത്തിൻ്റെ പക്ഷത്ത് അത് വലിയൊരു പങ്ക് വഹിച്ചു. ആ പാലക്കാട് നെല്ല് സംഭരണം വലിയൊരു പങ്ക് വഹിച്ചു എന്നതാണ്. അപ്പം ഇതുപോലൊരു സ്ഥാപനം വൈക്കത്ത് പ്രവർത്തിക്കുമ്പോൾ അത് വൈക്കത്തെ നെല്ല് സംഭരണത്തിന് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആദ്യം സംഭരിക്കേണ്ട ഘടകം വൈക്കത്തെയാണ്. അതുതന്നെയല്ല, അവിടെ നെല്ല് സംഭരിക്കുന്ന സമയത്ത് ഇവിടെ കർഷകരോട് 15 രൂപ അന്ന് വില വച്ചിരിക്കപ്പെട്ട സമയത്ത് അതിൽ കൂടുതലൊക്കെ എടുത്തു എന്നൊരു കർഷകരുടെ എന്നുള്ള ആക്ഷേപം നിലനിൽക്കുക. അപ്പം ഈ രണ്ടും കാരണങ്ങളും ഒരുപക്ഷെ ഇതിൻ്റെ നഷ്ടത്തിൻ്റെ പക്ഷത്ത് ആ സംഖ്യ വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്പസ്വല്പം നഷ്ടം വന്നു കഴിഞ്ഞാൽ പോലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന അത് കർഷകരുടെ ഈ പ്രശ്നങ്ങളിൽ ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത് അവരാണ്. വെച്ചൂർ മോഡേൺ റൈസ് മില്ല് നഷ്ടം സഹിച്ചുകൊണ്ട് കർഷകരുടെ വേദന മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായി ഇന്ന് നടന്ന ചർച്ചയിൽ MD അറിയിച്ചു. കഴിഞ്ഞ വർഷം 700 ടൺ നെല്ല് സംഭരിച്ച റൈസ് മില്ലിൽ
കൂടുതൽ നെല്ല് സംഭരിക്കാനുള്ള സൗകര്യങ്ങൾക്ക് പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ടെന്നും സർക്കാർ പരിഗണനയിലിരിക്കുന്ന പ്രോജക്റ്റ് നിലവിൽ വരുന്നതോടെ കർഷകർക്ക് ഇന്ന് വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാകുമെന്നും ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം അറിയിച്ചു. അല്ല, അവിടെ സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രയാസങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് കർഷക സംഘടനയുടെ നേതാക്കന്മാർ ആ ആവശ്യം ഉന്നയിച്ചിരുന്നു, ഫീൽഡിൽ പോയി നേരിട്ട് സംഭരിക്കണമെന്നുള്ളത്. അതിൻ്റെ ചില പ്രയാസങ്ങൾ ഓയിൽ പാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട പ്രയാസം അവിടെ സ്റ്റോറേജിൻ്റെ പ്രയാസം. മില്ല് 4-5 മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചെങ്കിലും അവിടെ നെല്ല് സംഭരിച്ച് വെക്കുന്നതിന് വേണ്ടിയുള്ള വെയർഹൗസ് ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ അത് സൈലോ എന്ന് പറയും, നെല്ല് സംഭരിക്കുന്ന നെല്ല് ശേഖരിച്ച് വയ്ക്കുന്ന സ്റ്റോറേജ്. ആ സ്റ്റോറേജ് സൈലോ നിർമ്മിക്കുന്നതിന് വേണ്ടി 11 കോടി രൂപയുടെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഗവൺമെൻറ് സ്ഥാപനമായ കിഡ്കോയെ കൊണ്ട് നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു, തയ്യാറാക്കി അത് ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് കൃഷി വകുപ്പിൻ്റെ RKVY എന്ന പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പണം തരാമെന്ന് ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ അനുവദിച്ചു വരുന്ന അവസരത്തിൽ സ്റ്റോറേജിൻ്റെ ഫെസിലിറ്റീസിൻ്റെ പണി നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആ പ്രയാസങ്ങളെല്ലാം തന്നെ കർഷക സംഘടനയുടെ നേതാക്കന്മാർ മനസ്സിലാക്കിയെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി കർഷകർ നേടുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടാണ് വലുതായി കണ്ടുകൊണ്ട് നേരിട്ട് സംഭരിക്കുന്ന ചില പ്രയാസങ്ങൾ ഓയിൽ പാമിനുണ്ടെങ്കിൽ പോലും കർഷകരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഈ സീസൺ അവസാനിക്കുന്ന സമയമായതുകൊണ്ട് ചില തിരഞ്ഞെടുക്കപ്പെട്ട പോയിന്റുകളിൽ നിന്ന് നെല്ല് നേരിട്ട് സംഭരിക്കാൻ ഇന്ന് കർഷക സംഘടന നേതാക്കന്മാരുടെ ബഹുമാനപ്പെട്ട MLAയുടെയും സാന്നിധ്യം നടന്ന യോഗത്തിൽ വൈക്കം LIC 50ൻ്റെ നിറവിൽ. വൈക്കം LIC സേവനത്തിൻ്റെ 50ാം വർഷം ആഘോഷിച്ചു. LIC വൈക്കം ബ്രാഞ്ച് 1962 ഒരു സബ് ഓഫീസായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് 1972 ഇതൊരു സമ്പൂർണ്ണ ബ്രാഞ്ചായി ഉയർത്തിയത്. സ്ഥാപക സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വാർഷിക സമ്മേളനം LIC കോട്ടയം സീനിയർ ഡിവിഷണൽ മാനേജർ R. ദൊരൈസ്വാമി ഉദ്ഘാടനം ചെയ്തു. സീനിയർ ബ്രാഞ്ച് മാനേജർ അലക്സ് കാവാലത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ IC ജേക്കബ്, MV ജോൺ, S. പ്രശാന്ത്, ത്രിഗുണസെൻ, D. പ്രദീപ്, ഗോപൻ, ശ്രീമതി അന്നം, KV ബാബു എന്നിവർ പ്രസംഗിച്ചു. ആഘോഷങ്ങളോടനുബന്ധിച്ച് മാർക്കറ്റിംഗ് വിഭാഗം നടത്തിയ ബൈക്ക് റാലി ഏറെ ശ്രദ്ധേയമായി. ഈ സ്ഥാപനം തുടങ്ങിയ 6 വർഷത്തോളം തന്നെ കഴിഞ്ഞപ്പോൾ വൈക്കത്തിൽ ആദ്യം ഒരു സബ് ഓഫീസായിട്ടും പിന്നെ ഒരു വലിയ ബ്രാഞ്ച് ഓഫീസായിട്ടും ഇവിടെ പ്രവർത്തിക്കാനുള്ള വൈക്കം ബ്രാഞ്ചിൻ്റെ 50ാമത് വാർഷികാഘോഷത്തോളം ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇവിടെ ഇന്നത്തെ എല്ലാവരുടെയും മുന്നിൽ ഈ സമയം ഇവിടെ തിറങ്ങിയാലും ഒരു അവസരം കിട്ടിയതിന് എല്ലാവർക്കും ആദ്യം നന്ദി പറയുക. പിന്നോക്ക മേഖലയായ വൈക്കത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ നല്ല പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധമെന്ന് LIC ജനറൽ മാനേജർ R. ദൊരൈ. LIC വൈക്കം ബ്രാഞ്ചിൻ്റെ 50ാം വാർഷിക സ്മരണ നിലനിർത്താനാണ് പുതിയ പ്രോജക്റ്റ് എന്നും അദ്ദേഹം അറിയിച്ചു. LIC വൈക്കം ബ്രാഞ്ചിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ബ്രാഞ്ച് മാനേജർ അലക്സ് കാവാലം, സെയിൽസ് മാനേജർ IC ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ഈ കേരള പിറവിയുടെ തന്നെ 1 നവംബർ 1962 വൈക്കത്തിന് ആദ്യമായിട്ട് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു ഓഫീസ് തുടങ്ങിയുണ്ടായി. ഇടയ്ക്ക് കുറേ കാലം ചെറിയ ഓഫീസായിട്ടേ ഉണ്ടായിരുന്നു. പോളിസി ഉടമകൾക്ക് കിട്ടാനുള്ള സേവനവും നല്ല രീതിയിൽ നൽകാനുള്ള ഒരു ബ്രാഞ്ചായിട്ട് 50 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് പ്രവർത്തിക്കുകയാണ്. ഈ ബ്രാഞ്ച് ഇനി വരാനുള്ള സമയങ്ങളിലും ഇതിനേക്കാൾ നല്ല ഒരു പെർഫോമൻസ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ശ്രമത്തിലാണ്. ഈ ഭാഗത്തിലുള്ള എല്ലാവരും LIC ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യുന്നത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഇന്ന് ഒരു റാലി നമ്മളിവിടെ നടത്തി. ഈ അടുത്തൊരു 15 ദിവസങ്ങൾ കൂടി ഇതിനെ ഈ ഒരു 50th ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കാനാണ് തീരുമാനിക്കുക. വെള്ളൂർ കുഞ്ഞിരാമൻ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന ബാഡ്ജ് വിതരണം ചെയ്തു. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 40 പേർക്കാണ് സ്കൂൾ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ പ്രവേശന ബാഡ്ജ് വിതരണം ചെയ്തത്. കുട്ടികളിൽ അച്ചടക്കവും കാര്യശേഷിയും വർദ്ധിപ്പിച്ച് സമൂഹത്തിനും കുടുംബത്തിനും മാതൃകയാക്കുക എന്ന
ലക്ഷ്യത്തിനു പുറമെ ഒരു തലമുറയെ സ്കൂൾ തലം മുതൽ സമൂഹത്തോട് സഹാനുഭൂതിയോടെ പെരുമാറുവാനും കർമ്മോത്സുകമായ പ്രവർത്തനങ്ങളിലൂടെ പുത്തൻ ആശയങ്ങൾ രൂപീകരിച്ചെടുക്കുവാനും കഴിയുന്ന ദൗത്യം കൂടിയാണ് ലക്ഷ്യമിടുന്നത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് KR ലാലു അധ്യക്ഷത വഹിച്ചു. HNECB പ്രസിഡന്റ് രാജു തെക്കുംതറമ്യാലിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KR അനിൽകുമാർ, MPTA പ്രസിഡന്റ് ഷൈലമ്മ, സ്കൂൾ HM ഡാലി എബ്രാഹിം തുടങ്ങി PTA, MPTA മെമ്പേഴ്സ്, സ്കൂൾ സ്റ്റാഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇത് സ്വന്തമായി എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ സ്കൗട്ടാക്കിയത്? ലണ്ടനിൽ ജനിച്ചു വളർന്ന ഒരു പട്ടാളക്കാരൻ അന്നത്തെ ആഫ്രിക്കൻ രാജ്യത്ത് പട്ടാളക്കാരോട് അവിടുത്തെ നീഗ്രോ വംശജര് യുദ്ധം ചെയ്തപ്പോൾ കുട്ടികളെ മറിയാക്കി അന്നത്തെ പട്ടാളക്കാർ രക്ഷപ്പെട്ട കഥയിൽ നിന്നും ഉത്ഭവിച്ചതാണ് വേടൻ എന്ന അദ്ദേഹത്തിന്റെ സ്ഥാപക പേര്. ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്? എന്റെ മക്കള്, നിങ്ങളിട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ മഹിമ നിങ്ങളെ നല്ല പൗരന്മാരാക്കി വളർത്തുക, അച്ചടക്ക ശീലം, ഒരു ദൈവ ഭയമുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക. പെരുമ്പിള്ളി സെന്റ് ജോർജ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ പരിശുദ്ധ ചാത്തുരുത്തിയിൽ മോർ ഗ്രിഗോറിയോസ് കൊച്ചു തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളും. 75 വർഷങ്ങൾക്ക് മുൻപ് തൂശിക്കുന്നിൽ സ്ഥാപിച്ച സൂചിപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന പെരുമ്പള്ളി പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ, പരിശുദ്ധ സുന്നഹദോസ് സെക്രട്ടറി ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ്, പരിശുദ്ധ സഭയിലെ അഭിവന്ദ്യരായ മറ്റു മെത്രാപ്പൊലീത്തമാർ, രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവക വികാരി ഫാദർ റെജി കുഴിക്കാട്ടിൽ, ചെമ്മാച്ചൻ ജെം ജേക്കബ്, പൗലോസ് കുളച്ചിറയിൽ, മത്തായി കളരിക്കൽ, ജോർജ് പീച്ചനാട്ട്, തമ്പി തച്ചൻകുഴി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പള്ളി സെൻറ്റ് ജോർജ് സിറിയൻ സിംഹാസന പള്ളിയിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഞായറാഴ്ച 3 മണിക്ക് സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബെസേലിയോസ് തോമസ് പ്രഥമൻ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കപ്പെടുകയാണ്. പ്രസ്തുത യോഗത്തിൽ സുറിയാനി സഭയുടെ പരിശുദ്ധ സുന്നഹദോസ് സെക്രട്ടറി അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. പുണ്യശ്ലോകനായ ഈ പെരുമ്പള്ളി പള്ളിയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തുന്നതിന് മുഖാന്തരമായി തീർന്ന പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ നാമത്തിൽ ആരംഭിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, അതിൻ്റെ ഫണ്ട് വിതരണ ഉദ്ഘാടനം കേരള സംസ്ഥാനത്തിൻ്റെ ആരാധനായ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുകൾ നിർവഹിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളും മറ്റ് ഭക്തസംഘടനാ പ്രവർത്തകരും ചേർന്ന് സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ആവശ്യമുള്ള ആളുകൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുള്ളതായ ഒരു സംവിധാനം, ഒരു ബ്ലഡ് ഡൊണേഷൻ ഫോറം രൂപീകരിക്കുകയും അതിന് മെമ്പർമാരെ ചേർത്ത് അവരുടെ ഒരു രജിസ്റ്റർ ഇവിടെ സൂക്ഷിക്കുകയും ആവശ്യമെങ്കിൽ ഇവിടെ അറിയിച്ചാൽ അതിന് ബ്ലഡ് കൊടുക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ നിന്ന് ക്രമീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭക്തസംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ഫോറം രൂപീകരിക്കുന്നു. പെരുമ്പള്ളി തിരുമേനിയുടെ നാമത്തിൽ പ്രശസ്തമായ പള്ളിയാണ് പെരുമ്പള്ളി സെൻറ്റ് ജോർജ് സിംഹാസന പള്ളി. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണിത്. മലങ്കര സഭയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പുള്ള ഏക പള്ളിയാണ് ഇത്. പള്ളിക്കകത്ത് 1001 തിരികൾ കത്തിക്കാവുന്ന ഒരു വിളക്കുണ്ട്. പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച പുണ്യമായ വസ്തുക്കളെല്ലാം ചേർന്ന ഒരു ചരിത്ര മ്യൂസിയം തന്നെ പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനി ഉപയോഗിച്ചിരുന്ന കട്ടിൽ മുതൽ ഒലിവ് വൃക്ഷത്തിൻ്റെ ഇല, ഗത്സമനയിലെ ഈത്തിൻ്റെ കായും അത്തിക്കായും, കെദ്രോൻ തോട്ടിൻകരയിലെ ഒലിവ് വൃക്ഷത്തിൻ്റെ കമ്പും കായും ഇലയും, പരിശുദ്ധ കൊച്ചുപറമ്പിൽ മോർ കുറുലോസ് തിരുമേനിയുടെ മസനപ്സ,
കോതമംഗലത്ത് കാലം ചെയ്ത പരിശുദ്ധ ബെസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് കഫർനഹുമിലെ വിശുദ്ധ പത്രോസിൻ്റെ ഭവനത്തിന് മുന്നിൽ കാണുന്ന വൃക്ഷത്തിൻ്റെ കമ്പും കായും കൂടാതെ മറ്റു പുണ്യവസ്തുക്കളും ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു മുതൽക്കൂട്ടാണ് പെരുമ്പിള്ളി സെൻറ് ജോർജ് സിംഹാസനപ്പള്ളി. തുരുത്തിക്കര മാറ്റപ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം സമാപിച്ചു. ഭാഗവതശ്രീ ചേർത്തല ബാലചന്ദ്രൻ യജ്ഞാചാര്യനായിരുന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ഉച്ചയ്ക്ക് മഹാപ്രസാദ ഊട്ടോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. സർവവും വൈദ്യുതിയോട് നിർമ്മിച്ചാണ്. പതാകങ്ങളുണ്ട്, മനോഹരങ്ങളായ കുളക്കടവുകളുണ്ട്, പൂങ്കാവനങ്ങളുണ്ട്. ഇതെല്ലാം വൈഡൂര്യം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണെന്നുള്ളതാണ് അത്ഭുതം. ഇവിടെയാണ് മാതൃക്കളായ ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, സപ്തമാതൃക്കൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നവർ. അവർ 7 പേരും മഹാലക്ഷ്മി എല്ലാ ഭൂതഗണങ്ങളും. കനത്ത മഴയിൽ കൽക്കെട്ടിടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ആഞ്ചലശ്ശേരിയിൽ രാംദാസിൻ്റെ വീടിനോട് ചേർന്ന 30,000-ഓളം രൂപ ലോൺ എടുത്ത് നിർമ്മിച്ച കൽക്കെട്ടാണ് ഭാഗികമായി നിലം പൊത്തിയത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് 2 വർഷം മുൻപ് ലോൺ എടുത്ത് നിർമ്മിച്ച കൽക്കെട്ട് സമീപത്തെ വീടിൻ്റെ ഭിത്തിയിലേക്ക് മറിഞ്ഞു വീണത്. 4 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച കൽക്കെട്ടിൻ്റെ 8 മീറ്ററോളം ഭാഗമാണ് നിലം പൊത്തിയത്. കൂലിപ്പണിക്കാരായ കുടുംബം കയ്യാല തീർത്തിരുന്നത് 2 വർഷത്തിന് മുമ്പ് തകർന്നു വീണതിന് ശേഷം സഹായമൊന്നും ലഭിക്കാത്തതിനാൽ ബാങ്ക് ലോൺ എടുത്താണ് പുതിയ കൽക്കെട്ട് നിർമ്മിച്ചത്. പഞ്ചായത്തിലും റവന്യൂ അധികാരികളുടെ പക്കലും പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. പണ്ടത്തെ കയ്യാല കാട്ടുകല്ലൊക്കെ പെറുക്കി വെച്ച് കെട്ടി ഇങ്ങനെ വെച്ചിരുന്നതായിരുന്നു. ഒരു പ്രാവശ്യം ആദ്യത്തെ തവണ അത് ഇടിഞ്ഞപ്പോഴത്തേക്കന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് വിവരങ്ങൾ പറയുകയും സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അവർ ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ അതിനൊരു സഹായം ചെയ്യാനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ലോൺ എടുത്തിട്ട് ഈ കയ്യാല കെട്ടി ഇങ്ങനെ വെച്ചിരുന്നത് ഈ പ്രാവശ്യത്തേക്ക് ഈ കഴിഞ്ഞ മഴയ്ക്ക് അത് ഇടിഞ്ഞു പോയി. ആ വിവരവും പഞ്ചായത്തിൽ ചെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പഞ്ചായത്ത് ഈ പ്രാവശ്യം ഇടിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേനും മെമ്പറിനോട് ഒന്ന് കാണാൻ പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു ഞാൻ വന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു മറുപടിയാണ് മെമ്പറിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല. ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾക്കൊരു 10 പൈസയുടെ ഉപകാരം ഇല്ല പഞ്ചായത്തിനെ കൊണ്ട്. ഞങ്ങൾ എന്ത് എന്ന് പറഞ്ഞാലും പഞ്ചായത്തുകാരൊരു അനാസ്ഥയാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് സഹായം കിട്ടിയേ മതിയാവും. എന്തെങ്കിലും സഹായം ചെയ്ത് തരുവാണെന്നൊരിക്കലും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കരുണയുണ്ടായി. അത് ഞാൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നടക്കാവ് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ഇടുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം അലസിപ്പിരിഞ്ഞു. CPIM HNL ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സദസ്സ്. വെച്ചൂർ മോഡേൺ റൈസ് മില്ലിന് മുന്നിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന നിരാഹാര സമരം ഒത്തുതീർപ്പായി. വൈക്കം LIC 50ന്റെ നിറവിൽ. പെരുമ്പിള്ളി സെന്റ് ജോർജ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ. ഇന്നത്തെ CTV വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം. CTV ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കേരളം.